ഫിഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് അത്ഭുതങ്ങളുടെ കാലഘട്ടമാണ്, അട്ടിമറികളുടെ കാലഘട്ടം. ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള, ആരെയും തച്ച് തകർക്കുന്ന രീതിയിൽ ഒരു ടീം ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഇറ്റലിയിൽ നിന്നും വണ്ടി കയറി വന്നവർ ഇന്ന് യൂറോപ്യൻ രാജകുമാരാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിന് ഇൻ്റർ മിലാൻ ഇറങ്ങാനായിട്ട് പോകുന്നത്. വമ്പരായിട്ടുള്ള പലരെയും മുട്ടുകുത്തിച്ചിട്ടുള്ള വിജയ തേരോട്ടമാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്തൊരു ടീമാണ് ഇൻ്റർ മിലാൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരുടെ ആരാധകർ പോലും വലിയ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടാവില്ല ഈ സീസണിൽ. എന്നാൽ ഇന്ന് ഇൻ്റർ മിലാൻ എത്തി നിൽക്കുന്നത് ഏതൊരു ഫുട്ബോൾ ആരാധകനെയും നല്ലൊരു തരിപ്പാക്കുന്ന മത്സരങ്ങൾ കാഴ്ചവെപ്പിച്ച് അവരുടെ ഫാനാക്കുന്ന രൂപത്തിലാണ് ഇൻ്റർ മിലാൻ ഇന്ന് ഫൈനലെത്തിയിട്ടുള്ളത്. ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പോരാട്ടം, ആരാലും പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള വിജയഗാഥ, വമ്പരെയെല്ലാം മുട്ടുകുത്തിച്ച് സാക്ഷാൽ ഇൻസാഗിയും ടീമും പഴയ 2010 ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്ന് ആരാധകരുടെ മുമ്പിലേക്ക് ഈ ഓരോ UCL മത്സരം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2010 എന്ന് പറയുന്നത് ഒരിക്കലും ഇൻ്റർ മിലാൻ എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ആരാധകർ മറക്കാത്തൊരു സംഭവമാണ്. കാരണം ഇതുവരെയായിട്ട് 3 UCL കിരീടമുള്ളൂ. അതിൽ അവസാനമായിട്ട് അവർ നേടുന്നത് 2010 സാവിയർ ജനേറ്റി എന്ന് പറയുന്ന അർജൻറ്റീനക്കാരൻ്റെ തോളിലേറിയിട്ട് ഇൻ്റർ മിലാൻ പല വമ്പരെയും വെട്ടിമാറ്റി അന്ന് യൂറോപ്പിൻ്റെ നെറുകയിലെത്തുമ്പോൾ അതിരില്ലാത്ത ആഘോഷങ്ങൾക്ക് മുഴുകിയ ഒരു പറ്റം ആരാധകർക്ക് പിന്നീട് UCLൻ്റെ അങ്കണത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് വിശ്രമമായിരുന്നു എന്ന് വേണം പറയാനേ. അന്നത്തെ ഇൻ്റർ മിലാൻ ടീമിനെ പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. കാരണം വേൾഡ് ഫുട്ബോളിൽ വലിയ രീതിക്ക് പേരെടുക്കാൻ പറ്റാത്ത കളിക്കാരാണ് അന്ന് ഇൻ്റർ മിലാനിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ജൂലിയോ സീസർ, പാൽറ്റെ സാമുവൽ, അതുപോലെ ഇവാൻ കോർഡോബോ, മെറ്റരസി, വിയറൊക്കെ അന്നൊക്കെ വൻ പവറാണ്. പക്ഷേ ബാക്കിയുള്ള കളിക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പേരുകളോ കാര്യങ്ങളോ എടുത്തു പറയാനുണ്ടാവില്ല. സ്നൈഡറിനൊക്കെ റിയൽ മാഡ്രിഡ് പോലെയുള്ള ക്ലബ്ബുകൾ ഒഴിവാക്കിയിട്ടാണ് ഇൻ്റർ മിലാനിലേക്ക് പോകുന്നത്. ഇവാൻ കോർഡോബ, ഹാവിയർ ദനേറ്റി, മെറ്റരസി, ഇങ്ങനെയുള്ള ഒരു താരങ്ങളെ വെച്ചിട്ടാണ് അന്നത്തെ ഇൻ്റർ മിലാന് യൂറോപ്യൻ ചാമ്പ്യന്മാരാകുന്നത് എന്ന് ഓർക്കണം. അന്ന് അവർ ആഹ്ലാദിച്ച ആ ആഹ്ലാദം പിന്നീട് അവർക്ക് ആഹ്ലാദിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. UCLൽ ഒരു വൻ വിശ്രമമായിരുന്നു അവരുടെ വലിയ വലിയ ആഘോഷങ്ങൾക്ക്. എന്നാൽ ഇന്ന് 2024-25 സീസണിലേക്ക് വരുമ്പോൾ UCL ഫൈനലും കളിച്ച് യൂറോപ്പിൻ്റെ നെറുകയിലെത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ഇൻ്റർ മിലാൻ എന്ന് പറയുന്നത്. അതിനായിട്ടുള്ള സ്ട്രെങ്ത്തും സ്ട്രോങ്ങുമായിട്ടുള്ള ക്ലബ്ബാണ്. പലരെയും ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് ഇന്ന് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 2010 ഇങ്ങനെ ആരാധകർ ഓർത്തു പോകുന്നുണ്ട്. ഇതിനിടയിൽ ഒരു വമ്പൻ തിരിച്ചുവരവിൻ്റെ കഥ തന്നെ അവർക്ക് അവരുടെ ആ ഒരു കളിശൈലിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ ഹിസ്റ്ററിയിൽ പറയാൻ കിടക്കുന്നുണ്ട്. ഇനി അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം PSG പരാജയപ്പെടുത്തിയിട്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരാവുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു സീസണിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ UCL മത്സരത്തിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഇനങ്ങളിൽ, അതായത് ലീഗ് പാസിൽ ആദ്യ മത്സരം ഇൻ്റർ മിലാൻ മാഞ്ചസ്റ്റർ സിറ്റിയോട് സമനിലയാണ് വഴങ്ങുന്നത്. വലിയ പ്രതീക്ഷകളൊന്നും കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ മത്സരം 4-0 വിജയിക്കുന്നു. പിന്നെ മൂന്നാമത്തെ മത്സരം കിടക്കുന്നത് യങ് ബോയ്സിനായിട്ട് 1-0 വിജയിക്കുന്നു. കാരണം ഇത്രക്കും ലോക്കലായിട്ടുള്ള പല ക്ലബ്ബുകളോടും വലിയ രീതിക്കുള്ള വിജയം കൈവരിക്കാൻ സാധിക്കാതെ കിതക്കുന്ന ഒരു ക്ലബിനെയാണ് ലോക ഫുട്ബോൾ കണ്ടത്. ആർസണലിനെതിരെ 1-0 വിജയിക്കുന്നു. പിന്നീടുള്ള മത്സരം 1-0 വിജയിക്കുന്നു. ലെവർകൂസനെതിരെ 1-0 വിജയിക്കുന്നു. സ്പാർട്ട പ്രാഗെതിരെ 1-0 വിജയിക്കുന്നു. മൊണോക്കോക്കെതിരെ 3-0 വിജയിക്കുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഇൻ്റർ മിലാൻ റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കുന്നത്. അതായത് റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നാലും മിലാനെ കൊണ്ടൊന്നും സാധിക്കൂല. കാരണം അവരുടെ ലീഗിലെ റിസൾട്ട് എന്ന് പറയുന്നത് 1-0, 1-1 എന്നുള്ള നിലയിലാണ്. അപ്പോൾ പലരും എഴുതി തള്ളിയിട്ടുള്ള പേരായിരിക്കണം ഇൻ്റർ മിലാൻ എന്ന് പറയുന്നത്. അങ്ങനെ റൗണ്ട് ഓഫ് 16ൽ ആദ്യ ലെഗിൽ ഫെയ്നോർഡിനെതിരെ 2-0 വിജയിക്കുന്നു. രണ്ടാം ലെഗിൽ വീണ്ടും 2-1 വിജയിച്ച് അഗ്രിഗേറ്റ് സ്കോർ 4-1 അവർ നേരെ ക്വാർട്ടർ ഫൈനലിലേക്ക് കയറുന്നത്. ക്വാർട്ടർ ഫൈനലിൽ പലരും ഇൻ്റർ മിലാൻ്റെ വിധി എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബയേൺ മ്യൂണിക്കാണ് എതിരാളികൾ. അപ്പോൾ ഒരിക്കലും ബയേൺ മ്യൂണിക്കിനെതിരെ ഒരു നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ ഇൻ്റർ മിലാന് സാധിക്കൂല എന്ന് പറയുന്ന ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിമർശകരുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ബയേൺ മ്യൂണിക്കിനെതിരെ ആദ്യ മത്സരത്തിൽ ആദ്യ ലെഗിൽ 2-1 വിജയിച്ചു. രണ്ടാം ലെഗിൽ 2-2 എന്ന സമനില പിടിച്ചെടുത്തിട്ട് അഗ്രിഗേറ്റ് സ്കോർ 4-3 എന്നുള്ള നിലയിൽ അവർ നേരെ സെമിഫൈനലിലേക്കാണ്. സെമിഫൈനലിൽ ഇനി പോരാടാനുള്ളത് ബാർസലോണയായിട്ടാണ്. അതായത് ആധുനിക ഫുട്ബോളിൽ അവരുടെ പഴയ പ്രതാപകാലം വീണ്ടും ശരീരത്തിലേക്കും നിരമ്പുകളിലേക്കൊക്കെ ആവാഹിച്ചിട്ട് മൈതാനത്ത് ഉറഞ്ഞു തുള്ളുന്നവരാണ് ബാർസലോണ എന്ന് പറയുന്നത്. ഈ ബാർസലോണക്കെതിരെയാണ് ഇൻ്റർ മിലാൻ
മിലാൻ സെമി ഫൈനൽ കളിക്കാനായിട്ടിരിക്കുന്നത്. റിയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയ ബാർസലോണ വമ്പരെയെല്ലാം അടിപതറിപ്പിച്ച ബാർസലോണക്കെതിരെ ഇറങ്ങുന്നു. ആദ്യ മത്സരത്തിൽ വമ്പരായ ബാർസലോണക്കെതിരെ 3-3 എന്ന നിലയിൽ സ്കോർ ലൈന് പടുത്തുയർത്തി പിടിച്ചു നിർത്തുന്നു. സെക്കൻഡ് ലെഗിൽ ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ചൊരു മത്സരം ഈ UCL കാണാൻ കഴിഞ്ഞത് ഈ ഒരു സെക്കൻഡ് ലെഗ് മത്സരമാണ്. ഇന്റർ മിലാൻ വേഴ്സസ് ബാർസലോണ മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈം വരെ ബാർസലോണ വിജയിച്ചു നിന്ന പോരാട്ടത്തിൽ 4-3 എന്ന സ്കോർ ലൈനിൽ ബാർസലോണയെയും പരാജയപ്പെടുത്തിയിട്ട് ഇന്റർ മിലാൻ UCLൻ്റെ ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ബാർസലോണയെ എല്ലാവരും വിധി എഴുതിയിട്ടുണ്ടായിരുന്നു. ബാർസലോണയ്ക്ക് സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റിയിട്ടൊരു മത്സരമാണ് ഇനി കടന്നു വരാൻ പോകുന്നത് ഇന്റർ മിലാൻ എന്ന് പറയുന്ന ക്ലബിനേറ്റ്. പക്ഷേ പലരുടെയും പ്രവചനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇന്ന് ഇന്റർ മിലാൻ മുന്നേറിക്കൊണ്ട് ഫൈനലിലെത്തിയത്. യാൻ സോമറിൻ്റെ കീഴിലുള്ള ഒരു ഗോൾ കീപ്പർ നിര അവർക്കുണ്ട്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ ഡിഫൻസ് നിരയാണ്. ഡംഫ്രീസിനെ പോലെയുള്ള ഡിഫൻസ് നിര, അതുപോലെ തന്നെ ബെഞ്ചമിൻ പവാർഡ്, കാർലോസ് അഗസ്റ്റോ, യാൻ ബിസേക്ക്, ഫെഡറിക്കോ ഡിമോങ്കോ, മാറ്റോ ഡർമിൻ, അതുപോലെ ഒരുപാട് പേര്, ബാസ്റ്റോണിയെ പോലെയുള്ള ഇറ്റാലിയൻ പ്ലെയേഴ്സ്, ഇവരൊക്കെ ഉറഞ്ഞു തുള്ളുന്ന രീതിയിലാണ് ആ ഒരു ഡിഫൻസ് നിര. മിഡ്ഫീൽഡ് നിരയ്ക്ക് വരുമ്പോൾ തുർക്കിയുടെ ഹക്കാൻ, അതുപോലെ നമ്മുടെ ഹെൻറിക് മുഖ്തറിയാൻ എന്ന് പറയുന്ന അർമേനിയൻ കളിക്കാരനെ ഇന്ന് അവരുടെ മധ്യനിരയിൽ നിലയുറപ്പിക്കുന്നുണ്ട്. നിക്കോളോ ബെറല്ല, എടുത്തു പറയേണ്ട ഒരു താരമാണ് നിക്കോളോ ബെറല്ല എന്ന് പറയുന്നത്. ഈ ഇന്റർ മിലാൻ്റെ എല്ലാ വിജയത്തിനും വിജയക്കൊടി പാറിപ്പിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ്റെ പേര് തന്നെയാണ്. ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോൾ ലൗട്ടാറോ മാർട്ടിനസിൻ്റെ കീഴിൽ അണിനിരന്നിട്ടുള്ള ഒരു 1-1.5 സ്ട്രൈക്കിംഗ് നിരയാണ് ഇന്ന് ഇന്റർ മിലാനുള്ളത്. മാർക്കോസ് തുറാമും കൂടെ അടങ്ങുന്ന ഒരു കിടിലൻ സ്ക്വാഡ് എന്ന് പറയേണ്ടി വരും. കാരണം അത്രക്കും ടോപ്പായിട്ടുള്ള ഒരു സ്ക്വാഡാണ് ഇവരുടെ കയ്യിലുള്ളത് എന്നുള്ള. ഈ ഒരു സീസണിൽ ഏകദേശം 14 മത്സരം മാത്രമാണ് ഇന്റർ മിലാൻ കളിച്ചത്. 26ഓളം ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 11ഓളം ഗോളുകൾ മാത്രമാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നിലയിൽ തന്നെ നോക്കുമ്പോൾ ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ലോസ് മാത്രമാണ് ഈ ഒരു മത്സരത്തിലുള്ളത്, ഈ ഒരു സീസണിലുള്ളത്. 86% പാസിന് ആക്യുറസി ഉള്ള ഒരു ടീമാണ് ഇന്റർ മിലാൻ എന്ന് പറയുന്നത്. ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ ഇതിലേറെ ടോപ്പിലാണ് ഇന്റർ മിലാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ടാക്ലിംഗ് ഒക്കെ എന്ന് പറയുന്നത്, ഡിഫെൻഡിങ് എന്ന് പറയുന്നത് 197 ടാക്ലിങ്ങോളം ഈ സീസണിൽ ഇന്റർ മിലാന് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ റെഡ് കാർഡ് ഒറ്റൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. കാരണം UCLൻ്റെ ഫൈനൽ വരെ എത്തിയിട്ടുള്ള ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ റെഡ് കാർഡും കിട്ടാതെ UCLൻ്റെ ഫൈനൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ഒരു പക്ഷേ ഇന്ന് UCLൻ്റെ കിരീടം ഏറ്റവും കൂടുതൽ അർഹിച്ചിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടെയാണ് ഇന്റർ മിലാൻ. മറുഭാഗത്ത് PSG കൂടെ ആകുമ്പോൾ UCLൻ്റെ ഫൈനൽ മത്സരം ഫുട്ബോൾ ആരാധകരെ കോരിത്തരിപ്പിക്കുമെന്ന് പറയുന്നത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാനായിട്ടുള്ള ഒരു യുദ്ധസമാനമായിട്ടുള്ള പോരാട്ടമായിരിക്കും 2024-25 UCL ഫൈനൽ മത്സരം.